ഹായ് ഗായ്സ്. സോ ഇന്ന് ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ പോരാത്തതിന് ഇന്നാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീക്ക് കഴിഞ്ഞാൽ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം പ്രിപ്പറേഷനാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് അൽഫിയ. അവൾ പഠിക്കുകയാണ്. ഓ പൂക്കിയാണ്, കാണിച്ച് എടാ. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? മിണ്ടാവൃതത്തിലാട്ടോ സംസാരം. ഹായ് ഗായ്സ്, ദിസ് ഈസ് അദീന, മൈ ബെസ്റ്റി. അത് ബെസ്റ്റി അല്ല, ഇത് പൂക്കി. ദിസ് ഈസ് പൂക്കി, ദിസ് ഈസ് ബെസ്റ്റി. പറ. ഉണക്കപ്പാണ ഒരു 2 ചാപ്റ്റർ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ ഒന്നും പറ്റില്ല കേട്ടോ. 18+ ഹെയർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു തരുന്നത്. ഞങ്ങള് വളരെ സാഹസികമായ 2 ചാപ്റ്റർ പഠിച്ചു കൊടുത്തു. അതിന് നല്ല ക്ഷീണമുണ്ട്. ഒന്ന് പോയി കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഇനിയും ട്യൂഷൻ പിള്ളേർ ഉറങ്ങാൻ പറ്റില്ല. അദീന ഭയങ്കര പഠിപ്പാട്ടോ. പുള്ളിക്കാരി കാണുന്ന പോലെയല്ല, കാണുന്ന പോലെ തന്നെയാണ്. ഒരു CBSE മൊണ്ണയാണ്. ആ സ്പെക്സ് വെച്ചാണ് പോലെ തന്നെ ഒരു ബുദ്ധിസ്റ്റാണ്. അതെ, ഭയങ്കര പുരോഗമനമുണ്ട് പുള്ളിക്കാരിക്ക്. നേരത്തെ അടിയൊക്കെ വെച്ചാൽ കരയുമായിരുന്നു, ഇപ്പൊ കരയത്തില്ല. ഇപ്പൊ ഓടിക്കളയും. പിന്നെ അന്നെല്ലാം പഠിക്കണുണ്ട്. അന്നെല്ലാം പഠിച്ചു. അതെ അതെ, അന്ന് പഠിച്ച് തകർക്കാം. എന്റെ പേര് പറയല്ലേ, പക്ഷെ ഓർക്കുന്നില്ലെന്ന് മാത്രം. നല്ല പേര് പറയില്ല, അത് സെൻസിറ്റീവ് കണ്ടത്. പിന്നെന്ന് പറഞ്ഞാൽ മതി ഇനി ഒന്നുമില്ല. അല്ല ഇല്ല എന്താ പറയാൻ വന്നു പറ. ഞങ്ങളുടെ ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കണ പോലെ ഉണ്ട്. കൂട്ടുകാരിയാണ്. എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന എൻ്റെ ഓരോ കൂട്ടുകാരിയാണ്. ഇതാണ് നമ്മുടെ ആഫ്രീനാണിത്. മോന്ത കാണിക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വീഡിയോയിൽ എന്നെ റിവീൽ ചെയ്യുന്നതിനോട് എനിക്ക് നല്ല എതിർപ്പുണ്ട്. മിണ്ടാണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആളെ കൂട്ടാം. എൻ്റെ ഏറ്റേഴ്സ് വന്ന് കമൻ്റ് ഇടും. അതാണ് അഫ്രീൻ്റെ ഫുൾ നെയിം പറ. അഫ്രീന ഇസത്ത്. എവിടെ നിന്നാണ് വരുന്നത്? കായംകുളം, ആലപ്പുഴ ജില്ലയിലെ കായംകുളം. കുടുംബത്തിൽ പിറന്ന നല്ല ചെക്കന്മാരെ നിനക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ? ഇല്ല കേട്ടോ, നല്ല ചെക്കന്മാരെ ആലോചിക്കുന്നുണ്ട്. കമന്റ് ചെയ്താൽ മതി താല്പര്യമുള്ള ആൾക്കാർ. എനിക്ക് DM ചെയ്താൽ മതി. 40 പേര് പിന്നെ എന്നിട്ടാ ഓക്കെ. പിന്നെ ഒരു കാര്യം, ഈ പുള്ളിക്കാരി എനിക്കുണ്ടല്ലോ, ഈ പുള്ളിക്കാരിക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ആളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണ്ട, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെൽ ഐക്കൺ. ഓക്കെ ബൈ ഗായ്സ്. എങ്ങനെയുണ്ട് എക്സാം പ്രിപ്പറേഷൻ? ഇത് അക്സ, അമിത, സോന. അത് ഞാൻ അവൾക്ക് പറഞ്ഞ് മാസിടാൻ വേണ്ടി ഉദ്ദേശിച്ചത്. എങ്ങനെയുണ്ട്? കണ്ടോ, സാധാരണക്കാരെ പോലെ കുപ്പിന്ന് വെള്ളം കുടിക്കുന്ന അക്സ. എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറഞ്ഞു? അല്ല, ഇത് ഞാൻ യൂട്യൂബ് ചാനൽ ഇടാനാണ്. നമുക്ക് ഇനി അടുത്ത റൂമിലേക്ക് പോവാം. ഓ, എക്സാം പ്രിപ്പയറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാന്ദ്ര പറ.
എങ്ങനെയുണ്ട്? വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എനിക്കൊരു യൂട്യൂബ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങള്. ഇതെന്തത് പ്രൊമോഷൻ? എല്ലാരും പ്രൊമോഷനാണ് ഇതിനകത്ത് വന്നിട്ട്. എക്സാമിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കും. അതെ, നമ്മൾ വന്നപ്പോ കണ്ടില്ല എക്സാമിന് പ്രിപ്പറേഷൻ. രണ്ടുപേരും പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടിത്തരണോ? പാടിത്തരും. എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പാടിത്താം. വേറെ പാട്ട് കാക്കയാക്കിയല്ലേ ഒരു കാക്ക വേണ്ട, മാറ്റിപ്പിടി. ആദ്യം നമ്മള് പാടാം. വിട്ട് 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 വായിക്കാതെ കൊഞ്ചം വിട്ട് എന്തേലും അറിയത്തില്ല. ഓക്കെ ബൈ. നെക്സ്റ്റ് ആയിട്ട് നമ്മളുടെ ഇതും വേറെ ഒരു ക്യൂട്ടി പൈ ആണ്. എന്ത് പറയണു? എങ്ങനെയുണ്ട് എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? എന്തിനായിരിക്കും വ്ളോഗ് എടുക്കാം? ഈ അഫ്രി വന്ന് കൊളാക്കാം. ഓക്കെ ബൈ. അടുത്തത് നമ്മളുടെ ഇതാണ് പഠിപ്പി ടീം. ഇപ്പൊ കുടുംബശ്രീ ആണെന്ന് തോന്നുന്നു. ഇത് ശിവാനി, ഗൗരി, പേര് പറ, ഷിബിന, അനാമിക, അലന, സോറി ഇത് അലീന. ഇത് നമ്മളുടെ ചെറിയൊരു കുടുംബശ്രീയാണ്. ഓഫ് കോഴ്സ് എന്റെ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ ഇതൊക്കെ, എന്റെ ഫാൻസ്. ഓക്കെ ബൈ. ടാറ്റ കൊടുക്ക്. ഇനി അടുത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർണാടക ടീംസ്. കർണാടകയിലുള്ള ഇവിടെ എന്ത് പരിപാടി? ഇവിടെ വേറെന്താ പരിപാടി നടന്നുകൊണ്ടിരിക്കും? Hi guys. Yes, this is Fashion show. this is Kavya and this is ഇത് ജോസ്ന. ഓക്കെ, ഇത് ശ്രീനിധി ആണോ? എന്തെങ്കിലും പറ. എന്ത് പറയാനാ? ടൈമിൽ ഇങ്ങനെ ലോഗ് ഈ പുള്ളിക്കാരി കന്നഡക്കാരിയാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് മലയാളം പറയും. അതാണ്. അയ്യോ സോറി, തുളുകാരിയാട്ടോ. കന്നഡക്കാരി ആരാ? ഈ കാര്യമാണോ? ഇതാണ് കന്നഡക്കാരി, പക്ഷെ അടിപൊളിയായിട്ട് മലയാളം പറയും. ഓക്കെ, അതാണ് മലയാളം. എന്ത് മലയാളത്തിൽ എന്തെങ്കിലും പറ. ആ മലയാളത്തിൽ അക്ഷര സ്ഫുടത കണ്ടോ? പിന്നെ അടിപൊളി. ഓക്കെ ബൈ. എല്ലാവരും ബൈ പറ. ഹായ് ഗായ്സ്. ഇനി ഇതിനകത്ത് ആരാന്ന് എനിക്ക് അറിയില്ല. ആരുമില്ല. അയ്യോ, അതിനകത്തുള്ള ആളാട്ടോ. ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തി. അയ്യോ, ഇത് അതിനെയാണ്. ഇനി അടുത്ത ആൾക്കാർ. ഓക്കെ, അടുത്ത ആൾക്കാരാണ് മെയിനായിട്ടുള്ള ആൾക്കാർ. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയതല്ലേ? വെരി റിൻസി ക്ലാസ് റൂമിലാ? ഓക്കെ. ഹായ് ഗൈസ്, ഇത് വേറൊരു പുള്ളിക്കാരിയാണ്. ഇതാണ് ഷാരോൺ. എൻ്റെ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കുക. വെട്ടത്ത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണാനുള്ളതാ. എന്തെങ്കിലും പറ. എക്സാം പ്രിപ്പറേഷനൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെ പോകുന്നു? ഹായ് ഗൈസ്, കണ്ട ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞ റിൻസി സീരിയസ് ആണ്. ഒന്ന് ചിരിക്കടോ. ഉറക്കം വരുന്നുണ്ട്. എങ്ങനെ പോകുന്നു എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ? ഇതാട്ടോ റിൻസി. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ദേ ഈ പുള്ളിക്കാരിനെ പരിചയപ്പെടുത്തിയില്ല കേട്ടോ. ഭയങ്കര ഷൈ. എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ തന്നെയാണ് ഹോസ്റ്റലുള്ളത്. അപ്പോൾ ക്ലാസ്സിൽ പോയി ഇരുന്ന് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലിരുന്ന് പഠിക്കാം. ഓക്കെ, ഇനി ഞാൻ വേറെ ഒരാളെ കാണിച്ചു തരാം. ദിസ് ഈസ് അഞ്ജലി. ഹായ് ഗൈസ്.
ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇതിൻ്റെ റൂം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ റൂമുകളുണ്ട് കണ്ടോ. കുറേ കുഞ്ഞു കുഞ്ഞു റൂമുകളുണ്ട്. ഇത് ആരുടെ റൂം അടച്ചിട്ടേക്കുന്ന. പിന്നെ ഇതിനകത്ത് അതാരാ നാട്ടോ അതില്ല. ഹായ്. ഇതാണ് നമ്മളുടെ റൂം. ഇതാണ് ഇതാരാ നോക്കി. അനുരാഗവിലോചനായി. എങ്ങനെ പോണ എക്സാം പ്രിപ്പറേഷൻ? ആഷ്നെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ. ഭയങ്കര ഷൈയാണ് ആള് കണ്ടോ. നല്ല രീതിയിൽ പോകുന്ന എക്സാം പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട്, പക്ഷെ തീരുന്നില്ല. അതെ, അതാ പ്രശ്നം. ഇനി ഒരു പുള്ളിക്കാരി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരി അതില്യയുടെ കൂടെ ഇരുന്നതാണ് വ്ളോഗ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഓക്കെ, എല്ലാവരും കഴിഞ്ഞു. ഇനി ലാസ്റ്റായിട്ട് ഒരാളുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഒരുത്തി പിന്നെ ഓടി. ഇതാരും കാണില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതൊക്കെ ഇട്ടത്. ആരും കാണരുത് പ്ലീസ്, അതെനിക്ക് പറയാം. നിങ്ങൾക്കറിയില്ലേ ഞാൻ ഒരുമിച്ച് വന്ന് വെച്ച് എങ്ങനെ പോകുന്നു എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ? അയ്യോ, ഇത് കുട്ടികൾക്കും കൂടി കാണാനുള്ളതാണ്. എന്തെങ്കിലും പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ആൾക്കാര്. അതെടാ, രണ്ടെണ്ണത്തിലൂടെ പേടിക്കണ്ട. ഓക്കെ, ബൈ ബൈ കൊടുക്ക.